ഹായ്, വെൽക്കം ബാക്ക്. ദി ഗോട്ട് അതിലെ സ്പാർക്ക് എന്ന് പറഞ്ഞ സോങ്ങിന്റെ പ്രൊമോ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. കേട്ടപ്പോൾ വലിയ ഒരു സുഖമൊന്നുമില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. നമ്മൾ അതിന്റെ റിയാക്ഷൻ ചാനൽ ഇട്ടിട്ടുണ്ട്. എന്തായാലും അതിന്റെ ഫുൾ സോങ് വന്നിട്ടുണ്ട്. സ്പാർക്ക് ലിറിക്കൽ വീഡിയോ ദ ഗോട്ട്, തലപതി വിജയ്, വെങ്കട് പ്രഭു, പിന്നെ കുറെ ആൾക്കാരുണ്ട് എന്തൊക്കെയും. എന്തായാലും നമുക്ക് കേട്ടുവെക്കാം. റെഡി, ഫുൾ വോയിസിൽ വെക്കണം കേട്ടോ, അപ്പോഴൊരു ഇമ്പാക്ട് കിട്ടുള്ളൂ. യുവൻ ശങ്കർ രാജ, magical. Thalapathy Vijay is the greatest of all time. அவ கண்ணால பார்த்தா ஒரு ஸ்பார்க், என் முன்னால நடந்தா கேட் வாக். Hey, swing it, hey break it, hey feel it, hey touch it, hey swing it, hey break it, hey feel it, touch it. கையால போட்ட ஒரு பிரேக், அழவுனால அண்ணே படுவீக்கு. ஐயோ, மனசுக்குள்ள மாட்டிக்கிட்டு மருந்த வச்சு கனவுக்குள்ள வந்து கலக்கி போட்டாயே. கலங்குன மனசை இப்போ தெளிய வைப்பேனே, தெளிஞ்சதும் இருக்கு மறுபடி வழக்கு. Swing it, hey break it, hey feel it, hey touch it, hey swing it, hey break it, hey feel it, hey touch it. Hey swing it, hey break it, hey feel it, hey touch it, hey swing it, hey break it, hey feel it, touch it. വിജയ് എന്നാണ് നോക്കിയത്. ആരൊക്കെയാണ്? இது காதல் வேலை, தினமும் நடத்திக்கணும் வேலை, கிடைச்சா பள்ளமா உரசிக்கணும். ஏதேதோ ஆயாச்சு, என்னன்னு கண்டுபிடிக்க நாளாச்சு. என்னோட பூமே நீ நூலாச்சு, எப்போதும் எங்கேயோ ஃபீல் ஆச்சு. உள்ளூர ஏதேதோ ஜிவ்வாச்சுது, நீ உச்சி கொட்டும் மிச்சமெல்லாம் ஜவ்வாச்சுது. மேல கீழே மறந்தேதான் போச்சே. Swing it, hey break it, hey feel it, hey touch it, hey swing it, hey break it, hey feel it, hey touch it. Hey swing it, hey break it, hey feel it, hey touch it, hey swing it, hey break it, hey feel it, touch it. அப்ப கண்ணால பார்த்தா ஒரு ஸ்பார்க், என்னால நடந்தா கேட்வாக். நீ கையால போட்ட ஒரு பிரேக், அழவுனால அண்ணே படுவீக்கு. ஐயோ, மனசுக்குள்ள மாட்டிக்கிட்டு மருந்த வச்சு கனவுக்குள்ள வந்து கலக்கி போட்டாயே. கலங்குன மனசை இப்போ தெளிய வைப்பேனே, தெளிஞ்சதும் இருக்கு மறுபடி வழக்கு. Swing it, hey break it, hey feel it, hey touch it, hey swing it, hey break it, hey feel it, touch it. Swing it, hey break it, hey feel it, hey touch it, hey swing it, hey break it, hey feel it, touch it. യുവൻ ശങ്കർ രാജ പേരറിയുന്ന രണ്ടാളും കൊള്ളൂല്ലേ? ബോറ് 5 വയസ്സൊക്കെ ഇല്ല. ഡിസപ്പോയിന്റഡ്, വളരെ മോശം ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പാട്ട് എങ്ങനെയാണെന്ന് അറിയാം. ഇതിലേ ഇപ്പോൾ ഫ്ലൂട്ടിന്റെ പോർഷൻസ് ഉണ്ടല്ലോ, അത് അവിടെ നമുക്ക് ജസ്റ്റ് ജി സാധനം വരുന്നുണ്ട്. പക്ഷെ അതും എങ്ങനെയാണെങ്കിലും എൻജോയ് ചെയ്യണമെന്നുണ്ട്. ഈ നല്ലൊരു പടമാണെങ്കിൽ ആ പടത്തിന്റെ മൂഡിൽ ഇരിക്കുകയാണെങ്കിൽ ഈ പാട്ട് അതിലൂടെ അങ്ങനെ ഒഴുകി പോകും. അപ്പൊ ആൾക്കാരൊക്കെ ടൺ 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 എന്നൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്യും. പക്ഷേ
പാടാൻ എങ്ങാനും ഒരു ആവറേജ് ഉള്ളെങ്കിൽ പോലും ചടച്ചിരുന്ന് ബോറടിച്ച് എന്താ പറയാ നമ്മളിങ്ങനെ വധമായിരിക്കും വധം തിയേറ്ററിൽ. അങ്ങനത്തെ പാട്ടാവാണ് സാധ്യത. ഇവർ ഇതിന്റെ ഇടയിൽ പാടുന്നത് കാണിക്കണം. എന്താ പറയാ ഫീമെയിൽ വോക്കൽ ആരുതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ യുവനാണെങ്കിലും ആ ഫീമെയിൽ പാടുന്ന ആളാണെങ്കിലും ഭയങ്കര സംഭവമായിട്ടൊക്കെ പാടുന്നുണ്ട്. അതിനൊന്നും ഇല്ല. അവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അവർ പാടുന്ന സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്ന പോർഷൻസ് അതൊക്കെ ഭയങ്കര ഓവർ ആയിട്ടാണ് ഫീൽ ചെയ്യണത്. എന്താണ് കാണിച്ചു എന്ത് ഞാൻ ആലോചിക്കുന്നത് വിജയ്ക്ക് എന്ത് പറ്റിയെന്നാണ് ആലോചിക്കണത്. കാരണം ഇത് ഭയങ്കര ഹൈപ്പ് വരേണ്ട സിനിമയാണ്. ലിയോയ്ക്ക് ശേഷം സിനിമ നിർത്താൻ പോകുന്നൊരു വാർത്ത വന്നു. ഓക്കെ, ഇനിയിപ്പോ വർഷത്തിലൊരു പടെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്ന രീതിയിൽ പറഞ്ഞു കേട്ടിരുന്നു. ഫൈൻ, നിർത്തില്ല എന്നുള്ളതല്ല. പക്ഷെ എന്തായാലും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ്. ഒരു അങ്ങനെ ഒരു പൊതുവേ ഒരു പറച്ചിലുണ്ടല്ലോ, എന്തായാലും പഴയ പോലെ അത്രയും സജീവമായിട്ട് സിനിമയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നൊക്കെ പറയുമ്പോൾ ഇത് വലിയൊരു ആഘോഷമായി ആളുകൾ കൊണ്ടാടേണ്ട ഒരു പാട്ടാണ്. പക്ഷെ വളരെ മോശം അഭിപ്രായമാണുള്ളത്. ഇത് ഭയങ്കര അയ്യോ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയായിരിക്കും. ഞാൻ നല്ലൊരു വൈബ് സാധനമാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. സീരിയസ്ലി എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. എനിക്ക് ആകെ ഈ ഫ്ലൂട്ടിന്റെ ഒരു പോർഷൻസും ആ ഭാഗത്തുള്ള ചെറിയൊരു ബീറ്റും, അതിപ്പോ സർവ്വസാധാരണമായി ഇത്തരത്തിലുള്ള എല്ലാ സിനിമയിലും കിട്ടുന്ന ബീറ്റാണ്. ഡും 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 സാധനം ഇട്ടാൽ തന്നെ അതിൻ്റെ ഉള്ളിൽ പല സാധനങ്ങളും കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ചെറിയൊരു ഫീല് വരും. പക്ഷെ എനിക്ക് എന്താണ് യുവൻ ശങ്കരാജ് അല്ലേ, എന്തായാലും പുള്ളിക്കാരന്റെ വോയിസിൽ എനിക്ക് ഇഷ്ടമായില്ല. എന്തോ ഒരു സ്പാർക്ക് മാങ്ങാത്തൊലി നിൽക്കെന്തോ തോന്നിച്ചാൽ കമലുണ്ട്. എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. കാരണം വിജയിന്റെ സിനിമയാണ്. ഞാൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ്. കൊള്ളൂല.